മക്കളെ, നമ്മുടെ ലൈഫിൽ നമ്മളെപ്പോഴും എന്തൊരു കാര്യം ചെയ്തു കഴിഞ്ഞാലും നമ്മളത് നല്ലപോലെ ചെയ്തിട്ടില്ല എന്നാണെങ്കിൽ നമ്മൾ എന്താ ചിന്തിക്കുക? അയ്യോ, എനിക്ക് ഒരു ചാൻസ് കൂടി തരുമോ, ഒരു ചാൻസ് കൂടി കിട്ടുകയാണെങ്കിൽ ഞാൻ നന്നായിട്ട് ചെയ്യായിരുന്നു അല്ലേ? ചിലപ്പോൾ നമ്മൾ നല്ലപോലെ ചെയ്യാത്തത് കൊണ്ടായിരിക്കാം നമുക്ക് ആ ഒരു ചോദ്യം ചോദിക്കേണ്ടി വന്നത് അല്ലേ? ഇപ്പം നമ്മൾ എന്തെങ്കിലും ഒരു ഗെയിം കളിച്ചു, നമുക്ക് ആ ഗെയിം നല്ലപോലെ പോയില്ലെങ്കിൽ നമ്മൾ പറയും ഒരു ചാൻസ് കൂടി, ഒരു ഇത്തവണ ഞാൻ അടിപൊളിയാക്കും എന്ന് നമ്മൾ പറയും അല്ലേ? അപ്പോൾ നമ്മൾ പഠിത്തത്തിൻ്റെ കാര്യത്തിലേക്ക് വരുമ്പം ഇപ്പം നമ്മളുടെ ക്രിസ്മസ് എക്സാം കഴിഞ്ഞു അല്ലേ? അപ്പോൾ ക്രിസ്മസ് എക്സാം പല മക്കൾക്കും പല രീതിയിലായിരിക്കും ഉണ്ടായിട്ടുണ്ടാവുക. ചില മക്കൾക്ക് നല്ല ഈസി ആയിട്ട് നല്ല ഹാപ്പി ആയിട്ട് ഇരിക്കുന്നുണ്ടാവും. ചില മക്കൾക്ക് ഇപ്പം തോന്നുന്നുണ്ടാകും പക്ഷേ ഞാൻ നല്ലപോലെ പഠിക്കാത്തത് കൊണ്ട് എനിക്ക് എക്സാം എഴുതാൻ നല്ലപോലെ എഴുതാൻ പറ്റിയില്ല. അപ്പോൾ നിങ്ങൾ എക്സാം ഹാളിൽ നിന്ന് ഇറങ്ങി വന്നപ്പോൾ നിങ്ങൾ ആദ്യം ചിന്തിച്ചിട്ടുണ്ടാവുക, അയ്യോ പേപ്പർ നല്ല ഈസി ആയിരുന്നല്ലോ, എനിക്ക് കുറച്ചുകൂടി പഠിച്ചിരുന്നെങ്കിൽ എനിക്ക് നല്ലപോലെ ഇത് എഴുതാൻ പറ്റുമായിരുന്നല്ലോ. അങ്ങനെ എൻ്റെ മക്കൾ ചിന്തിച്ചിട്ടുണ്ടാവും അല്ലേ? അപ്പം മിസ്സ് പറയുകയാണ്, നിങ്ങൾക്ക് അങ്ങനെ ഒരു കാര്യം കിട്ടുകയാണെന്ന് കരുതുക, ഒരു സെക്കൻഡ് ചാൻസ് നിങ്ങൾക്ക് കിട്ടുകയാണെന്ന് കരുതുക. നിങ്ങൾ എന്തായിരിക്കും, നിങ്ങൾക്ക് ആ ഒരു റിഗ്രറ്റ് വരാതിരിക്കാൻ നിങ്ങൾ നിങ്ങളുടെ ലൈഫിൽ എന്ത് മാറ്റമായിരിക്കും വരുത്തിയിട്ടുണ്ടാവുക? അത് എൻ്റെ മക്കളൊന്ന് കമൻറ്റ് ചെയ്യുക. ജസ്റ്റ് ഒരു രസത്തിന് അറിയാൻ വേണ്ടിയിട്ടാണ് നിങ്ങൾ എന്ത് മാറ്റമാണ് വരുത്തിയിട്ടുണ്ടാവുക എന്നുള്ളത്. അപ്പോൾ ഒരു നല്ല മാർക്സ് കിട്ടാൻ നിങ്ങൾ തീർച്ചയായും വരുത്തേണ്ട മാറ്റം എന്നുള്ളത് എന്തായിരിക്കും? എന്തായാലും നല്ല അടിപൊളിയായിട്ട് പഠിക്കുക എന്നുള്ളതാണ് അല്ലേ? ഫസ്റ്റ് മുതലേ തന്നെ പഠിക്കുന്നു, കുറേ ക്വസ്റ്റ്യൻസ് ഒക്കെ പ്രാക്ടീസ് ചെയ്യുന്നു അല്ലേ? ക്ലാസ്സുകൾ അറ്റൻഡ് ചെയ്യുന്നു, സംശയങ്ങളുണ്ടെങ്കിൽ അത് ക്ലിയർ ചെയ്യുന്നു. അങ്ങനെ പോയിട്ടുണ്ടെങ്കിൽ നമുക്ക് എന്തായാലും അല്ലേ ഒരു റിഗ്രറ്റ് വരില്ല, നമുക്കൊരു സെക്കൻഡ് ചാൻസിന് വേണ്ടി ചോദിക്കേണ്ട ആവശ്യം വരില്ല. നമ്മൾ നല്ല രീതിക്ക് തന്നെ നമ്മുടെ എക്സാം എഴുതിയിട്ടുണ്ടാവും. റെഡി അല്ലേ? അപ്പം ഇനി നമ്മൾ എന്താണ് ചെയ്യേണ്ടത്? അപ്പം നമ്മൾ എന്തൊരു കാര്യവും അത് ചെയ്ത് കഴിഞ്ഞ് നല്ലപോലെ ചെയ്യാൻ പറ്റാതെ ആയിക്കഴിഞ്ഞാൽ ഒരു സെക്കൻഡ് ചാൻസ് കൂടി തരുമോ, അല്ലെങ്കിൽ എനിക്ക് ഇങ്ങനെ ചെയ്ത് കിട്ടിയിരുന്നെങ്കിൽ ഞാൻ അങ്ങനെ ചെയ്യുമായിരുന്നല്ലോ, അങ്ങനെ ചിന്തിക്കാൻ പോകേണ്ട ആവശ്യമില്ലല്ലോ അല്ലേ? നമ്മൾക്കിനി ഒരു പ്രശ്നം വരികയാണ്, അല്ലെങ്കിൽ ഒരു കാര്യം നമ്മുടെ മുന്നിലേക്ക് വരുന്ന സമയത്ത് അത് നമ്മൾക്ക് ഏറ്റവും ബെസ്റ്റായിട്ട് ചെയ്താൽ തീരാവുന്ന പ്രശ്നമല്ലേ ഉള്ളൂ അല്ലേ? ഇപ്പോഴാണെങ്കിൽ നിങ്ങളുടെ ക്രിസ്മസ് എക്സാമേ കഴിഞ്ഞു പോയിട്ടുള്ളൂ, നിങ്ങളുടെ പബ്ലിക് എക്സാം വരാനിരിക്കുന്നുണ്ട്. അപ്പോൾ ആ പബ്ലിക് എക്സാം കഴിഞ്ഞാൽ നമുക്ക് എന്തായാലും ഒരു സെക്കൻഡ് ചാൻസ് കിട്ടില്ല എന്ന് ഉറപ്പാണ്. അപ്പോൾ ആ പബ്ലിക് എക്സാം നമ്മൾ എന്ത് ചെയ്യണം? നല്ല രീതിക്ക് എഴുതണം അല്ലേ? നല്ല രീതിക്ക് എഴുതണമെങ്കിൽ നമ്മൾ എന്ത് ചെയ്യണം? നല്ലപോലെ പഠിക്കണം അല്ലേ? അത് കഴിഞ്ഞാൽ നിങ്ങളിനി എത്താൻ പോകുന്നത് 9ാം ക്ലാസ്സിലാണ്. 9ാം ക്ലാസ്സിൻ്റെ കാര്യം നിങ്ങൾക്ക് എല്ലാവർക്കും അറിയുന്നുണ്ടാകും. കഴിഞ്ഞ വർഷം സിലബസൊക്കെ ഈ വർഷം ടെക്സ്റ്റ് ബുക്കൊക്കെ മാറിയിട്ടുണ്ട്, ചാപ്റ്റേഴ്സൊക്കെ മാറിയിട്ടുണ്ട് അല്ലേ? നിങ്ങളെ +1 +2ലേക്ക് വേണ്ടി റെഡിയാക്കാൻ വേണ്ടിയിട്ട് ഉള്ള തരത്തിലുള്ള ചാപ്റ്റേഴ്സ്, അതിൻ്റെ ഒരു ബേസ് എന്നുള്ള ലെവലിലുള്ള ചാപ്റ്റേഴ്സാണ് 9ാം ക്ലാസ്സിലുള്ളത്. ഇനി പിന്നെ നിങ്ങൾക്കൊരു കാര്യം അറിയാവുന്നത്, ഇപ്പോൾ പാറ്റേൺ, ക്വസ്റ്റ്യൻ പേപ്പറിൻ്റെ പാറ്റേൺ മാറിക്കൊണ്ടിരിക്കുന്നു, ഡിഫിക്കൽട്ടി ലെവൽ മാറിക്കൊണ്ടിരിക്കുന്നു. ഇങ്ങനെയൊക്കെ നമ്മളുടെ മുന്നിൽ കുറേ സൂചനകളുണ്ട്. ഇനി ഇങ്ങനെ ആയിരിക്കും, ഇനി ഫുൾ പാസ് ആയിരിക്കില്ല, നല്ലപോലെ പഠിച്ച എക്സാം എഴുതി പാസ്സാവുന്നവരെ മാത്രമേ കൺസിഡർ ചെയ്യുള്ളൂ എന്നുള്ള കാര്യങ്ങളൊക്കെ നിങ്ങൾ ന്യൂസിലൂടെയും ഒക്കെ അറിഞ്ഞിട്ടുണ്ടാവും. അപ്പം ഇങ്ങനെയൊരു സിറ്റുവേഷൻ നമ്മുടെ മുന്നിൽ വരുമ്പോൾ നമ്മൾ എന്താ ചെയ്യണ്ടേ? പഠിക്കല്ലാതെ വേറെ വഴിയില്ല. അപ്പോൾ നിങ്ങൾ കുറേ പേര് ചിന്തിക്കുന്നുണ്ടാവും, പക്ഷേ ഞാൻ ഇപ്പോഴേ നന്നായിട്ട് പഠിക്കുന്നുണ്ട്, ഈ കഴിഞ്ഞ തവണ റിഗ്രറ്റ് ഒന്നും ചെയ്യേണ്ടി വന്നിട്ടില്ല, എൻ്റെ സ്കൂളിൽ എനിക്ക് നല്ലപോലെ ക്ലാസ് എടുക്കുന്നുണ്ട്, അത് കഴിഞ്ഞ് ഞാൻ വീട്ടിൽ വന്ന് നല്ലോണം പഠിക്കുന്നുണ്ടെങ്കിൽ വെരി ഗുഡ്, നിങ്ങൾ അങ്ങനെ തന്നെ പോവാം. പക്ഷെ ഒരു വിഭാഗം മക്കളുണ്ടാകും, മിസ് എനിക്ക് നല്ലപോലെ പഠിക്കാൻ പറ്റുന്നില്ല, എനിക്ക് എങ്ങനെയാണ് പഠിക്കേണ്ടതെന്ന് അറിയില്ല, എനിക്ക് ക്വസ്റ്റ്യൻസ് എവിടെയാണ് കിട്ടുകയെന്ന് അറിയില്ല, പ്രീവിയസ് ഇയർ ക്വസ്റ്റ്യൻസ് എവിടെയാണെന്ന് അറിയില്ല, എന്ത് ചെയ്താലാണ് എനിക്ക് ഒരു ടോപ്പിക്, പ്രത്യേകിച്ച് ഇപ്പോൾ ബയോളജിയിലൊക്കെ ആണെങ്കിൽ പൊതുവേ കുറേ മക്കൾക്ക് ബയോളജി ഇഷ്ടമല്ല. അതിന് കാരണം എന്താ വെച്ചാൽ ബയോളജി ബൈ ഹാർട്ടിങ് അല്ലേ, ഇത് കാണാപ്പാടം പഠിക്കില്ലേ, കാണാപ്പാടം പഠിക്കുന്നത് എനിക്ക് ഇഷ്ടമല്ല. മക്കളെ, ബയോളജി ബൈ ഹാർട്ടിങ് അല്ല, കാണാപ്പാടം പഠിക്കുക അല്ല വേണ്ടത്, പകരം അത് മനസ്സിലാക്കി പഠിക്കുക വേണ്ടത്. അപ്പോൾ അതെങ്ങനെ മനസ്സിലാക്കുക? എല്ലാവരും പറയും മനസ്സിലാക്കി പഠിക്കണം, പക്ഷെ അത് എങ്ങനെ എന്താണ് ഈ മനസ്സിലാക്കി പഠിക്കുക എന്ന് പറഞ്ഞാൽ ഒരു കുട്ടി ഒരു ലൈവിൽ വിസിലോട് വെച്ചാൽ പക്ഷേ ഈ മനസ്സിലാക്കി പഠിക്കുക എന്ന് പറഞ്ഞാൽ എങ്ങനെയാണ്? അപ്പോൾ അതെങ്ങനെയാണെന്ന് നമ്മൾ പറഞ്ഞു തരും. അതൊക്കെ എവിടെയാണ് കിട്ടുക, എങ്ങനെയാണ് പഠിക്കുക? മക്കളെ, അതിനൊക്കെയുള്ളൊരു സൊല്യൂഷനാണ് നമ്മളുടെ എക്സാം വിന്നറിൻ്റെ ക്ലാസ് 9ൻ്റെ ആൽഫ ബാച്ച്. അപ്പോൾ നിങ്ങൾ വിചാരിക്കുന്നുണ്ടാകും, മിസ് അത് 9ാം ക്ലാസ്സിലല്ലേ, ഇപ്പം ഞങ്ങൾ എന്ത് ചെയ്യും? അതിനുള്ള സൊല്യൂഷൻ മിസ് പറഞ്ഞുതരാം. ഓക്കെ, അപ്പോൾ നമ്മുടെ 9ാം ക്ലാസ്സിൻ്റെ ആൽഫ ബാച്ചിൽ നിങ്ങൾ ജോയിൻ ചെയ്ത് കഴിഞ്ഞാൽ നിങ്ങൾക്ക് ടെക്സ്റ്റ് ബുക്ക് മാറിയതായിക്കോട്ടെ, സിലബസ് മാറിയതായിക്കോട്ടെ, നോ വറീസ്, നമ്മൾ നിങ്ങളുടെ കൂടെയുണ്ട്. നിങ്ങൾക്ക് എന്തൊക്കെ എവിടെയൊക്കെ മാറിയാലും നിങ്ങൾക്ക് വേണ്ടിയിട്ടുള്ള എല്ലാ കാര്യങ്ങളും സെറ്റ് ചെയ്ത് തരാൻ നമ്മുടെ എക്സാമിനർ നിങ്ങളുടെ കൂടെ ഉണ്ടാകും. അപ്പോൾ നിങ്ങൾക്ക് ഓൾറെഡി നമ്മുടെ റെക്കോർഡഡ് ക്ലാസ്സസ് ഉണ്ടാകും. ഓക്കെ, അത് നിങ്ങൾക്ക് വേണമെങ്കിൽ ഉപയോഗിക്കാം. റെക്കോർഡ് ക്ലാസ് കണ്ട് പഠിക്കുന്നതാണ് നിങ്ങൾക്ക് ഇഷ്ടം, നിങ്ങൾ ഇഷ്ടം പോലെ സമയത്തിനനുസരിച്ച് ഓരോ ലേണിംഗ് വീഡിയോസ് സെപ്പറേറ്റ് കണ്ട് പഠിക്കുന്നതാണ് ഇഷ്ടം എന്നുണ്ടെങ്കിൽ നിങ്ങൾക്ക് റെക്കോർഡ് ക്ലാസ് കാണാം. ഇനി അതല്ല, നിങ്ങൾക്ക് ലൈവ് ക്ലാസ് ആണ് വേണമെന്നുണ്ടെങ്കിൽ നമ്മൾ കംപ്ലീറ്റ് ചാപ്റ്റേഴ്സ് ലൈവായിട്ട് തന്നെ നിങ്ങളെ പഠിപ്പിച്ചു തരും.
റെക്കോർഡ് ക്ലാസ്സസ് നിങ്ങൾക്ക് പിന്നീട് വേണമെങ്കിലും ഏതെങ്കിലും ടോപ്പിക്സ് ഒക്കെ റെഫറൻസിനൊക്കെ വേണമെങ്കിലൊക്കെ ഉപയോഗിക്കാം, ഒരു കുഴപ്പമില്ല. പക്ഷേ ലൈവ് ക്ലാസ്സുകളിലൂടെ ആയിരിക്കും നിങ്ങൾ പഠിക്കാൻ പോകുന്നത്. ഇനി അതൊക്കെ കഴിഞ്ഞ് കഴിഞ്ഞാൽ അതിൻ്റെ നോട്ട്സ് നിങ്ങൾക്ക് കിട്ടും. ഓക്കെ, അപ്പോൾ നമ്മൾ എന്തൊക്കെയാണ്, അപ്പോൾ നമ്മളൊരു ക്ലാസ്സിൽ കാണുമ്പം ഇപ്പോൾ നമ്മൾ സ്കൂളിലൊക്കെ ആണെങ്കിൽ ടീച്ചേഴ്സ് ബോർഡിൽ എഴുതി കഴിഞ്ഞാൽ അത് മായ്ക്കും. അപ്പോൾ പിന്നെ നമുക്ക് ടീച്ചർ എഴുതിയത് കിട്ടിയില്ലല്ലോ എന്നുള്ളൊരു വിഷമം ഉണ്ടാവും അല്ലേ. ടീച്ചർ എഴുതിയതാണെങ്കിൽ അതെനിക്കൊന്ന് മനസ്സിലായതാണ്, അപ്പോൾ ടീച്ചർ എഴുതിയ ആ സെയിം സാധനം എനിക്ക് കിട്ടില്ലല്ലോ എന്നുള്ളൊരു വിഷമം ഉണ്ടാവും. അപ്പോൾ ആ വിഷമം നമ്മുടെ ആപ്പിൽ വേണ്ട, നമ്മുടെ ബാച്ചിൽ നിങ്ങൾക്ക് ഉണ്ടാവില്ല. കാരണം നമ്മുടെ ടീച്ചേഴ്സ് എഴുതി പഠിപ്പിച്ച ആ നോട്ട്സ് നിങ്ങൾക്ക് കിട്ടും. അത് കൂടാതെ പ്രീവിയസ് ഇയർ ക്വസ്റ്റ്യൻസും അതിൻ്റെ വീഡിയോ സൊല്യൂഷൻസും നിങ്ങൾക്ക് കിട്ടും. ഓരോ ചാപ്റ്റർ കഴിഞ്ഞാലും നിങ്ങൾക്ക് ചാപ്റ്റർ വൈസ് എക്സാം ഉണ്ടാകും, മോഡൽ എക്സാംസ് ഉണ്ടാകും, ദെൻ നിങ്ങൾക്ക് ചാപ്റ്റർ വൈസ് വർക്ക് ഷീറ്റ് ഉണ്ടാകും. അപ്പോൾ എന്തിനാണ് ചാപ്റ്റർ വൈസ് വർക്ക് ഷീറ്റ്? ഇവിടെ പ്രീവിയസ് ഇയർ ക്വസ്റ്റ്യൻസ് ഇല്ലേ മക്കളെ, ഓരോ ചാപ്റ്റർ കഴിയുമ്പോഴും ആ ചാപ്റ്ററിൻ്റെ കോൺസെപ്റ്റ് നിങ്ങൾക്ക് ഏറ്റവും നല്ല രീതിയിൽ മനസ്സിലായി എന്ന് നിങ്ങൾക്ക് തന്നെ ഉറപ്പ് വരണമെന്നുണ്ടെങ്കിൽ ആ കോൺസെപ്റ്റ് ബേസ്ഡ് ആയിട്ടുള്ള ക്വസ്റ്റ്യൻസ് നിങ്ങൾ ചെയ്യണം. അതാണ് നമ്മൾ ചാപ്റ്റർ വൈസ് വർക്ക് ഷീറ്റിലൂടെ ഉദ്ദേശിക്കുന്നത്. അപ്പോൾ അത് ചെയ്ത് നിങ്ങൾ കോൺസെപ്റ്റ് മനസ്സിലാക്കി ക്ലിയർ ആക്കിയിട്ടുണ്ടെങ്കിൽ പിന്നെ നിങ്ങൾക്ക് പ്രീവിയസ് ഇയർ ക്വസ്റ്റ്യൻസിലേക്ക് വരാം. നിങ്ങളുടെ എക്സാം മോഡൽ, നിങ്ങളുടെ എക്സാം പാറ്റേൺ ബേസ്ഡ് ആയിട്ടുള്ള ക്വസ്റ്റ്യൻസ് ചെയ്യാം. അത് കഴിഞ്ഞ് നിങ്ങൾ ചാപ്റ്റർ വൈസ് എക്സാമും മോഡൽ എക്സാമും ഒക്കെ എടുക്കുമ്പോൾ ഫുൾ സെറ്റാണ്. ഇനി ഇതിൻ്റെ കൂടെ നിങ്ങൾക്ക് ഫ്രീ ആയിട്ട് കിട്ടുന്ന ഒരു സാധനമാണ് നമ്മളുടെ എക്സാം വരുന്നുണ്ട് ക്ലാസ് 9 ഫുൾ ബുക്ക് സെറ്റ്. നിങ്ങൾക്ക് ഫ്രീ ആയിരിക്കും, പക്ഷേ ഒരു കണ്ടീഷനുള്ളത്, ഫസ്റ്റ് ജോയിൻ ചെയ്യുന്ന 1000 സ്റ്റുഡൻസിനായിരിക്കും ഇത് ഫ്രീ ആയിട്ടുണ്ടാകുക. അത് കഴിഞ്ഞ് കഴിഞ്ഞാൽ നിങ്ങൾക്ക് എന്താണ്, നിങ്ങൾക്കത് ഫ്രീ ആയിട്ട് കിട്ടുന്നുണ്ടാവില്ല. അപ്പം ഇത് ഫ്രീ ആയിട്ട് കിട്ടും ഫസ്റ്റ് ജോയിൻ ചെയ്യുന്ന 1000 സ്റ്റുഡൻസിൽ. അപ്പോൾ എൻ്റെ മക്കൾക്ക് താല്പര്യം ഉണ്ടെങ്കിൽ നിങ്ങൾ 9ാം ക്ലാസ്സിൻ്റെ ബാച്ചിൽ അഡ്മിഷൻ എടുത്താൽ ഫുൾ ബുക്ക് സെറ്റ് ഫ്രീ ആയി കിട്ടും. അത് മാത്രമല്ല നമ്മുടെ 8ാം ക്ലാസ്സിൻ്റെ റിവിഷൻ ബാച്ച് ആയിട്ടുള്ള നമ്മുടെ ക്രാഷ് കോഴ്സ് നിങ്ങൾക്ക് ഫ്രീ ആയിരിക്കും. ഓക്കെ, നമ്മുടെ ശക്തി ക്രാഷ് കോഴ്സ് നിങ്ങൾക്ക് ഫ്രീ ആയിട്ട് കിട്ടും. അപ്പോൾ നിങ്ങൾ 8ാം ക്ലാസ് സേഫ് ആയില്ലേ? 8ാം ക്ലാസ്സും സേഫായി, 9ാം ക്ലാസ്സും സേഫായി, സമാധാനത്തോടെ ഇരിക്കാം. ഓക്കെ, അപ്പോൾ ഇങ്ങനെ വേണം എന്നെൻ്റെ മക്കൾക്ക് ആഗ്രഹം ഉണ്ടെങ്കിൽ നിങ്ങൾ ഇപ്പോൾ അഡ്മിഷൻ എടുത്താൽ, ഇപ്പം നിങ്ങൾ ജോയിൻ ചെയ്യുകയാണെങ്കിൽ കുറേ ഗുണങ്ങളുണ്ട്. കാരണം നമ്മുടെ ബാച്ച് ഫീ എന്ന് പറയുന്നത് എത്രയായിരുന്നു? 5000 റുപ്പീസാണ്. പക്ഷേ ഇപ്പോൾ ഒരു ലിമിറ്റഡ് പീരിയഡ് ഓഫറാണ്, 3999 നിങ്ങൾക്ക് കിട്ടും. ഓക്കെ, ഈ 3999 ഫുൾ ബുക്ക് സെറ്റ് ഫ്രീ ആയി കിട്ടും നിങ്ങൾ ഇപ്പോൾ അഡ്മിഷൻ എടുത്താൽ 1000 സ്റ്റുഡൻസിൻ്റെ ഉള്ളിലാണെങ്കിൽ. അതുമാത്രമല്ല, ഇപ്പോൾ നിങ്ങൾ ജോയിൻ ചെയ്യുകയാണെങ്കിൽ നിങ്ങൾക്ക് 8ാം ക്ലാസ്സിൻ്റെ ശക്തി ക്രാഷ് കോഴ്സ് കൂടി നിങ്ങൾക്ക് യൂസ് ചെയ്യാം. 8ാം ക്ലാസ്സിൻ്റെ ക്രാഷ് ബാച്ച് നിങ്ങൾക്ക് ഫ്രീ ആയി കിട്ടും. ഓക്കെ, ഈ കാര്യങ്ങളൊക്കെ നിങ്ങൾക്ക് വേണമെന്നുണ്ടെങ്കിൽ താല്പര്യമുള്ള മക്കൾക്കാണെങ്കിൽ താഴെ കാണുന്ന നമ്പറിൽ മെസ്സേജ് ചെയ്യാം. അടിപൊളിയായിട്ട് നമ്മുടെ എക്സാമിൻ്റെ കൂടെ പഠിക്കാം. ഓക്കെ, ഇനി ഡിഫിക്കൽട്ടി കൂടിയാലും പാറ്റേൺ മാറിയാലും ഒന്നും ടെൻഷൻ അടിക്കേണ്ട, നമ്മുടെ എക്സാമിൻ്റെ നിങ്ങളുടെ കൂടെ തന്നെ ഉണ്ടാവും. ഓൾ ദി ബെസ്റ്റ്.